ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞു. ഇനി അതേ മോഡ് തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് കാണിക്കാം, വളരെ എളുപ്പത്തിൽ. അതാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് മോഡ് എന്ന് പറയും. അതിന് നമുക്കൊരു പ്രോബ്ലം തരും, എക്സും തരും, എഫും തരും, ഫ്രീക്വൻസിയും തരും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒ എക്സ് വരയ്ക്കുക, ഒ വൈ വരയ്ക്കുക. ഒ എക്സിൻ്റെ അകത്തിൽ ക്ലാസ് അടയാളപ്പെടുത്തുന്നു, ഒ വൈക്കകത്തിൽ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുന്നു. ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 10, 15, 20, 25, 15, 20, 20, 25 മുതൽ 30, 35 വരെ. അപ്പോൾ 5 വ്യത്യാസം. നമുക്കപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു സ്കെയിൽ എടുക്കുക. ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ 5, 10, 15, 20, 25, 30, 35. വലിയ പടം വരയ്ക്കണമെങ്കിൽ അതിലും വലിയ സ്കെയിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ മേളോട്ട് ഒ വൈയിലേക്ക് നമ്മൾ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും വലുത് നോക്കണം, എത്ര? 47, 47 ആണ്. അപ്പോൾ നമുക്കവിടെ സൗകര്യാർത്ഥം ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ 10, 20, 30, 40, 50 ഇങ്ങനെ എടുക്കണം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട് ഹിസ്റ്റോഗ്രാം. ആദ്യം 10 നിന്ന് 15 അതുണ്ട്. 10 നിന്ന് 15 അതിൻ്റെ ഫ്രീക്വൻസി 5 ആണ്. ഫ്രീക്വൻസി 0-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ ഫ്രീക്വൻസി ഏകദേശം 5 തേണ്ടി ഇവിടെ വരുമെന്ന് കൂട്ടിക്കും. ഏകദേശം നിങ്ങൾ സ്കെയിൽ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം വരച്ചു. 10 നിന്ന് 15 ഫ്രീക്വൻസി 5. അടുത്തത് 15 നിന്ന് 20 20 ഫ്രീക്വൻസി. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ വരുന്നുണ്ട്, ഏകദേശം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് 20 15 നിന്ന് 20 അടുത്ത റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഇനി അടുത്ത 20, 25 ആണ്. 20, 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 47 ആണ്. അപ്പോൾ ഏകദേശം 50-ൻ്റെ താഴെ ഈ ലെവലിൽ വരുമെന്ന് കൂട്ടിക്കും. അപ്പോൾ 50-ൻ്റെ താഴെ ആ ലെവലിൽ വരുന്നു. അവിടുന്ന് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു 25. കണ്ട, അപ്പോൾ 20, 25 എന്ന് പറയുന്നത് 47 ആണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 25, 30 ആണ്. 25, 30 ഫ്രീക്വൻസി 38. 38 എന്ന് പറയുമ്പോൾ അതാണ് 40-ൻ്റെ സ്വല്പം താഴെ വരണം. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരച്ചു. കണ്ടല്ലോ, 38. അതായത് 25 നിന്ന് 30. ഇനി ലാസ്റ്റ് 30 നിന്ന് 35 10 ആണ്. 10 എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഒരു സ്വല്പം 5-ൻ്റെ മുമ്പേ വരച്ച 5-നേക്കാൾ അതിൻ്റെ ഇരട്ടി ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പല റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞപ്പോൾ അത് ഹിസ്റ്റോഗ്രാമായി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത് മാക്സിമം ഹൈറ്റുള്ള റെക്റ്റാങ്കിൾ. ഇപ്പോൾ ഇത്രയും റെക്റ്റാങ്കിൾ ഉള്ളതിൽ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും ഹയസ്റ്റ് റെക്റ്റാങ്കിൾ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണേഴ്സ് തൊട്ട് ഇടത്തും വലത്തുമുള്ള, അതായത് അഡ്ജസൻ്റ് റെക്റ്റാങ്കിൾ എന്ന് പറയും, അവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന് മുട്ടിക്കുക. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫസ്റ്റിൽ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ റൈറ്റ് കോർണർ എടുത്ത് വേണ്ടത്. എന്നിട്ട് അവിടുന്ന് സ്കെയിൽ വെച്ച് ലെഫ്റ്റ് കിടക്കുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ആ മൂലയ്ക്ക് റൈറ്റ് ടോപ്പിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഇതേപോലെ തിരിച്ചു. അതായത് ഈ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക, അവിടുന്ന് സ്കെയിൽ വെച്ച് റൈറ്റ് സൈഡിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ റൈറ്റ് ടോപ്പ് എടുത്ത് ലെഫ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ടോപ്പിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് ടോപ്പ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. അപ്പോൾ ആ 2 ലൈനുകൾ ചേർന്ന പോയിൻ്റ് ഇതാണ്. ആ പോയിൻറ്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ താഴോട്ടൊരു ഒരു ലൈൻ വരയ്ക്കുന്നു. കണ്ടോ, ആ പോയിൻറ്റിൽ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. അത് വന്ന് മുട്ടുന്ന ആ എക്സ് ആക്സിസ് അതേതാണോ അതാണ് മോഡ്. ഇവിടെ എൻ്റെ വന്ന് മുട്ടിയിരിക്കുന്നത് മോഡെന്ന് പറയുന്നത് 23 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. 23 കാരണം ഈ 2 ലൈനും വന്നിട്ട് താഴെ എക്സ് ആക്സിസിലേക്കാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രോ എ പെർപെൻഡിക്കുലർ ടുവേഴ്സ് എക്സ്. അപ്പോൾ ആ 2 പോയിൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, ആ ഇൻ്റർസെക്ഷനിൽ നിന്ന് ഒരു ലൈൻ താഴോട്ട് വരച്ചു കൊണ്ടുവന്ന് എക്സിൽ കൊണ്ട് മുട്ടിച്ചു. അത് എക്സ് ആക്സിസിൽ എവിടെയാണോ മുട്ടിയിരിക്കുന്നത് ആ ഏരിയയാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് എൻ്റേത് 23 ആണ്. നിങ്ങളിപ്പോൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ 23 പോയിൻറ്റ് സംതിങ് വരാം, അല്ലെങ്കിൽ 22 പോയിൻറ്റ് സംതിങ് വരാം. ഈ തരത്തിലാണ് ഈ മോഡിൻ്റെ കാൽക്കുലേഷൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ ചില എക്സ്ട്രാ കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സൈസിലുള്ള ക്ലാസ്സുകൾ തരും. പലർക്കും ആ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് തിരിച്ചറിയത്തില്ല.
അപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട ചില ക്ലാസ്സുകളുണ്ട്, പല ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ് ഉണ്ട്, അതുപോലെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ക്ലാസ് ഉണ്ട്, അതുപോലെ മോർ ദാൻ ക്യുമുലേറ്റീവ് ക്ലാസ് ഉണ്ട്, ഓപ്പണൻ്റ് ക്ലാസ് ഉണ്ട്, അതുപോലെ മിഡ് വാല്യൂ ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ആദ്യമായിട്ട് ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറയുമ്പം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ബിക്കം ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ് ആയിരിക്കും. അതായത് ഒന്നാം ക്ലാസ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. 5, 9, അതുപോലെ 10, 14, 15, അതുപോലെ 19. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് അപ്പർ ക്ലാസ് 9 ആണ്, സെക്കൻഡ് ലോവർ ക്ലാസ് 10 ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ബന്ധമില്ല. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ റൈറ്റിൽ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് അത് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ചുമ്മാ കാണിക്കാം. 10, 20, 20, 30, 30, 40 കണ്ടോ. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായി, അടുത്ത ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായി. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയും. എന്നാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഇൻക്ലൂസീവ് ക്ലാസ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് യാതൊരു കാരണവശാലും സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മളതിനെ എക്സ്ക്ലൂസീവ് ആക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണണം. എത്ര? 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഈ 1നെ നമ്മൾ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അര 0.5 0.5 കണ്ടോ. എല്ലാ വ്യത്യാസവും എങ്ങനെ? 9, 10 1 14, 15 വ്യത്യാസം 1. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അത് തുടർന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 1. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 0.5 അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഈ ആദ്യത്തെ 0.5 നമ്മുടെ ഫസ്റ്റ്, അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് അര കുറയ്ക്കണം. അപ്പോൾ എത്ര ആകും? 4.5 കണ്ടോ. 5ൽ നിന്ന് അര കുറച്ചപ്പോൾ 4.5. ഇനി അപ്പർ ലിമിറ്റ് ഉണ്ടല്ലോ 9, അതിൻ്റെ കൂടെ ഈ ബാക്കി അര കൂട്ടണം. അപ്പോൾ എത്ര വരും? 9ൻ്റെ കൂടെ അരയുടെ കൂട്ടുമ്പോൾ 9.5. അടുത്ത ക്ലാസ് തുടരുക. 10ൽ നിന്ന് അര കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 9.5. ഓക്കെ. 14ൻ്റെ കൂടെ അര കൂട്ടുക, 14.5. കണ്ട ക്ലാസ് വന്നാണ്ടോ. അപ്പർ ലിമിറ്റ് 9.5, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായി. ഇതിങ്ങനെ തുടരും. 15ൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ 14.5, 19ൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ 19.5. കണ്ടല്ലോ. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാക്കി മാറ്റണം. അങ്ങനെ ഇൻക്ലൂസീവ് സീരീസ് തന്നാൽ നിങ്ങളതിനെ എക്സ്ക്ലൂസീവ് ആക്കണം. ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസാണ്. എന്ന് പറഞ്ഞാൽ ബിലോ അങ്ങനെ ആയിരിക്കും തരുന്നത്. ബിലോ 10, 20, 30 ഈ രീതിയിൽ തരും. ഫ്രീക്വൻസി തരും. ഫ്രീക്വൻസി 15, അതുപോലെ 35, 60 ഇങ്ങനെ ഫ്രീക്വൻസിയും തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ കറക്റ്റ് ക്ലാസ് ആക്കണം. അപ്പോൾ ബിലോ 10 എന്ന് പറയുമ്പോൾ ക്ലാസ്സുകൾ നമ്മൾ വ്യത്യാസം നോക്കുക. 10, 20, 30 അറിയാമല്ലോ, 10 വീതമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ആ ലെവലിലാക്കി വെച്ചാൽ മതി. 0, 10, 10, 20, 20, 30 ഇത്രയേ ഉള്ളൂ. ഇതാണ് ബിലോ 10 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ബിലോ 10 ശരിയല്ലേ? 0 മുതൽ 10 വരെ. ഇപ്പോൾ ഒരു ഫ്രീക്വൻസി അപ്പോൾ കറക്റ്റ് ചെയ്യണം. ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ തന്നെ എഴുതിയേക്കണം 15. രണ്ടാമത്തെ ഫ്രീക്വൻസിയുടെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്രീക്വൻസിയിൽ നിന്ന് ആദ്യത്തെ ഫ്രീക്വൻസി മൈനസ് ചെയ്യണം. 35ൽ നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. കറക്റ്റ് ഫ്രീക്വൻസി അതാണ്. അതുപോലെ തുടരുക. 60ൽ നിന്ന് 35 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 25. കണ്ടോ. ഈ രീതിയിൽ ഫ്രീക്വൻസിയെ കറക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറയും. ഇനി വേറൊരു ടൈപ്പ് ഒരു മോർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെ തരുന്നത് ഏതാണ്ട് കിടക്കുന്നു. എബവ് 0 അങ്ങനെ ആയിരിക്കും അവർ എഴുതി തരുന്ന ക്വസ്റ്റ്യൻ. എബവ് 0, 10, 20, 30 ഇങ്ങനെ തരും. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 675, 675, അതുപോലെ 625, 550, 450 കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ക്ലാസ് ആക്കാൻ ചെയ്യേണ്ടി. ഇവിടെ ആ ക്ലാസ്സിലെ വ്യത്യാസം എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. 10, 20, 30. അപ്പോൾ എബവ് 10 എന്ന് പറയുമ്പോൾ 10 0യ്ക്ക് മേളിൽ. അപ്പോൾ മുമ്പിലത്തെ പോലെ തന്നെ 0, 10, 10, 20, 20, 30 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ക്ലാസ് നമ്മൾ മാറ്റി, അല്ലെങ്കിൽ 30, 40 ഈ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീക്വൻസി ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് സെക്കൻഡ് ഫ്രീക്വൻസി മൈനസ് ചെയ്യണം. അതാണ് കറക്റ്റ്. 675 നിന്ന് 625 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 50.
അതുപോലെ തന്നെ 625 550 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 75. ഇനി 550 450 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 100. ഈ രീതിയിൽ തുടരണം. ഇതാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് സൈസ് സീരീസ് എന്ന് പറയുന്നത്. ഇനി വേറെ ടൈപ്പ് ഞാൻ പറയാം, ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറയും. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തരത്തില്ല, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തരത്തില്ല. അതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ ആയിരിക്കും തരുന്നത്, അപ് ടു 50, അതുപോലെ പിന്നെ 50, 100, അതുപോലെ ഓവർ, കണ്ടോ, ഓവർ 100, ഇങ്ങനെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തരത്തില്ല. ലോവർ ലിമിറ്റ് ചിലപ്പോൾ അപ്പർ ലിമിറ്റ് ആയിരിക്കും, തരത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ആക്കണം. വ്യത്യാസം എത്ര? 50 വീതമല്ലേ. അപ്പം മുമ്പലത്തെ പോലെ 0 50, അതുപോലെ 50 100, അതുപോലെ തന്നെ 100 150, ഈ രീതിയിൽ അങ്ങ് കാണിച്ച് വെച്ചാൽ മതി. അപ്പോൾ 0 50 50 100 100 150. ഇനി ഫ്രീക്വൻസി അത് തന്നെ, അതിൻ്റെ അകത്ത് യാതൊരു മാറ്റമില്ല. തന്ന ഫ്രീക്വൻസി ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 57, 256, 132 ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ എഴുതണ്ടായല്ലോ. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 57, രണ്ടാമത്തെ 256, മൂന്നാമത്തെ 132, ഈ രീതിയിൽ പോകും. അപ്പോൾ ഇതാണ് ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറയും. ഇനി ലാസ്റ്റിൽ ഒരെണ്ണം കൂടെ തരാം, മിഡ് വാല്യൂ സീരീസ് എന്ന് പറയും. മിഡ് വാല്യൂ സീരീസ് അതിങ്ങനെ ആയിരിക്കും തരുന്നത്. മിഡ് എക്സ് എന്ന് തരും. മിഡ് എക്സ് എന്ന് പറയുന്നത് 10, 15, 20 ഈ രീതിയിൽ തരിക. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8, 12, 10 ഇങ്ങനെ തരിക. അപ്പോൾ മിഡ് എക്സ് തരുമ്പോൾ, അപ്പോൾ മിഡ് എക്സ് ക്ലാസ് ഇല്ല. അപ്പോൾ മിഡ് എക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിനെ ക്ലാസ് ആക്കണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മിഡ് എക്സിൻ്റെ ഡിഫറൻസ് ഇതുപോലെ നോക്കണം. 10, 15, 20 എത്രയാണ് വ്യത്യാസം? 10, 15, 20 5ആണ് വ്യത്യാസം. ആ 5നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5ൻ്റെ പകുതി കാണണം. അപ്പോൾ എത്ര വരും? 2.5 അല്ലേ? 2.5. അപ്പോൾ 5 ഡിവൈഡ്, അപ്പോൾ 5 എവിടെ നിന്ന് കിട്ടിയ? ഇതിൻ്റെ ഡിഫറൻസ്. അതിനെ പിന്നെ പകുതിയാക്കണം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പിന്നെ മോഡിൻ്റെ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തിട്ട് പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഡിഫറൻസ് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ക്ലാസ് ആക്കാൻ ഈ 10 ഉണ്ടല്ലോ, ആ 10ൻ്റെ കൂടെ 2.5, 10ൽ നിന്ന് ഈ 2.5 മൈനസ് ചെയ്യണം. ഓർത്തോണം, മൈനസ് ചെയ്യണം. അപ്പോൾ 10ൽ നിന്ന് 2.5 കുറച്ച് എത്ര വരും? 7.5. ഇനി ഈ 2.5 ഈ 10ൻ്റെ കൂടെ ആഡും ചെയ്യണം. അപ്പോൾ എത്ര വരും? 12.5. കണ്ടല്ലോ. വീണ്ടും 15ൻ്റെ കൂടെ 15ൽ നിന്ന് ഈ 2.5 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 12.5. കണ്ടോ. ഇനി ഇതേ 15ൻ്റെ കൂടെ തന്നെ 2.5 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 15 2 17.5. ഇത് തുടരുക എന്ന് പറഞ്ഞാൽ 20ൽ നിന്ന് 2.5 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 17.5. കണ്ട, ക്ലാസ് കറക്റ്റ് ആയത്. ഇനി 20ൻ്റെ കൂടെ 2.5 കൂട്ടുക. അപ്പോൾ എത്ര വരും? 22.5. കണ്ടോ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റായിട്ട് മാറുന്നു. ഈ രീതിയിൽ കാണിക്കുന്നതാണ് മിഡ് എക്സ്. അങ്ങനെ പല സൈസിലുള്ള ക്ലാസ്സുകൾ വരും. പല കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ തന്നു കഴിയുമ്പോൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയൂടാണ് ഞാനിതിവിടെ എക്സ്ട്രാ പറഞ്ഞു തന്നെ. ഓക്കെ, ശരി.